ഓക്കെ, സോ ഇതാണ് മിന്നിത്തിളങ്ങുന്ന ട്വൈലൈറ്റ് ബ്ലൂ കളർ ഓപ്ഷനിൽ വരുന്ന ലേറ്റസ്റ്റ് വിവോ T4R. അത്യാവശ്യം നല്ല ഷൈനി ഗ്ലോസി ഫിനിഷിലാണ് വരുന്നത്. പക്ഷെ ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തു, നോർമലി ഷൈനി ഫിനിഷ് വരുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്മജസും അഴുക്കൊക്കെ ക്ലിയർലി കാണാൻ പറ്റും. പക്ഷെ ഇവിടെ അത് അത്രയും വിസിബിൾ അല്ല. ഡാർക്ക് കളർ ആയിട്ടും നമ്മൾ ഓൾറെഡി വിവോ T4 കണ്ടു, അതിനുശേഷം T4X കണ്ടു. ഈ ഫോൺ അതിന്റെ ഇടയിൽ വരുന്ന ഒരു ഫോണാണ്. അതായത് നിങ്ങൾ 20,000 റുപ്പീസിന്റെ താഴെ, ആക്ച്വൽ ഓഫർ പ്രൈസ് അതിനേക്കാളും താഴെയാണ്, അത് ഞാൻ വീഡിയോയുടെ അവസാനം ഷെയർ ചെയ്യാം. പക്ഷെ നിങ്ങൾ 20,000 റുപ്പീസിന്റെ താഴെ നല്ലൊരു ഓൾറൗണ്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് നല്ല ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി, ചാർജിങ്, നല്ല ആഫ്റ്റർ സെയിൽ സർവീസ്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ഫോൺ ഈ പ്രൈസ് സെഗ്മെന്റിൽ നോക്കുന്നുണ്ടെങ്കിൽ വിവോ T4R നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. എല്ലാം ഷെയർ ചെയ്യാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്ത് ലെറ്റ്സ് റോൾ. സോ വിവോയുടെ ടിപ്പിക്കൽ വൈറ്റ് പാക്കേജിംഗിലാണ് വരുന്നത്. ബോക്സിന്റെ ഉള്ളിൽ ഫോണുണ്ട്, TPU കേസ്, ഡോക്യുമെന്റ്സ്, ഫാസ്റ്റ് ചാർജർ ആൻഡ് Type-C ചാർജിംഗ് കേബിൾ. ഈ ഫോണിന്റെ ബാക്ക് ഡിസൈൻ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഒരു വിവോ ഫോൺ ആണെന്ന്. നോർമലി കുറച്ചും കൂടി വില കൂടിയ വിവോ ഫോൺസിൽ വരുന്ന ആ ഒരു ഡ്യുവൽ റിംഗ് ഓവൽ ഷേപ്ഡ് ക്യാമറ മോഡലാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളി കാർബണേറ്റ് ബിൽഡിലാണ് വരുന്നത്. എന്നാൽ ചുറ്റുമുള്ള ഫ്രെയിം ആണെങ്കിലും ഈ ക്യാമറ മോഡ്യൂൾ ആണെങ്കിലും ഈ റിംഗ് ആണെങ്കിലും എല്ലാത്തിലും ബാക്ക് കവറുമായി മാച്ച് ആവുന്ന കളേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മെയിൻ ക്യാമറയുടെ താഴെ എടുത്ത് ഇവിടെ നോർമലി വിവോ ഫോൺസിൽ വരുന്ന ആ ഒരു സ്റ്റുഡിയോ ഓറ ലൈറ്റ് ഉണ്ടല്ലോ, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ലൈറ്റ് അറിയാലോ, നോട്ടിഫിക്കേഷൻസ്, അതായത് ഇൻകമിംഗ് കോൾ ആണെങ്കിലും മ്യൂസിക് പ്ലേ ചെയ്യുമ്പോഴും ഫോൺ ചാർജിന് ഇടുമ്പോഴൊക്കെ ഇങ്ങനെ കത്തും. പിന്നെ ലോ ലൈറ്റ് സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ ഫോട്ടോസ് ഞാൻ ക്യാമറ സെഗ്മെന്റിൽ ഷെയർ ചെയ്യാം. 7.39 mm ആണ് തിക്നെസ്. വിവോ പറയുന്നതനുസരിച്ച് ഈ പ്രൈസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദ സ്ലിമ്മസ്റ്റ് ക്വാഡ് കർവ് ഡിസ്പ്ലേ ഉള്ള ഫോണാണ്. 183.5 gram ആണ് വെയിറ്റ്. സോ ഒരു ടിപ്പിക്കൽ വിവോ ഫോണിന്റെ ഫീൽ അറിയാലോ. വിവോ ഫോൺസ് നോർമലി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, സ്ലിം ആയിരിക്കും, കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഈ ട്വൈലൈറ്റ് ബ്ലൂ ആൻഡ് ഈ കാണുന്ന ആർട്ടിക് വൈറ്റ് ആണ് രണ്ട് കളർ ഓപ്ഷൻസ്. IP68 ആൻഡ് IP69 റേറ്റിംഗുമായാണ് വരുന്നത്. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ദാറ്റ് ഇസ് വെരി വെരി നൈസ് ആക്ച്വലി. പിന്നെ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനുമായി വരുന്നതുകൊണ്ട് കയ്യിൽ നിന്ന് അറിയാതെ താഴെ പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അറിയാതെ കയ്യിൽ നിന്ന് താഴെ പോയാൽ സേഫ് ആയിരിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ഫീച്ചേഴ്സ്. അല്ലാതെ IP റേറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഫോണിന്റെ മേളിൽ എക്സ്പെരിമെന്റ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഫോൺ ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ക്വാഡ് കർവ് എന്ന് അറിയാലോ, ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ്, ബോട്ടം എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ കർവ് ആയി വരുന്ന ഡിസ്പ്ലേ ആണ് ബേസിക്കലി ക്വാഡ് കർവ് ഡിസ്പ്ലേ. നല്ല കളർ കാലിബ്രേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ 4 സൈഡിൽ നിന്നും കർവ് ആയി വരുന്നത് കൊണ്ട് ചുറ്റുമുള്ള ബെസൽസ് കണ്ടില്ലേ, ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ് എല്ലാം നല്ല സ്ലിം ആൻഡ് യൂണിഫോം ആണ്. നല്ലൊരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് തരുന്ന ഡിസ്പ്ലേ ആണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് കർവ് ഡിസ്പ്ലേസ് ഇഷ്ടമാണെങ്കിൽ 6.77 ഇഞ്ച് സൈസ് ഉള്ള ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ്. പിന്നെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. അത് യൂട്യൂബിൽ മാത്രമല്ല, അവിടെ എന്തായാലും എപ്പോഴും കിട്ടാറുണ്ട്. ഈ പ്രൈസിൽ നെറ്റ്ഫ്ലിക്സിലും വിവോ HDR10+ സർട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ഗുഡ് ജോബ്. ഡയമണ്ട് ഷീൽഡ് ഗ്ലാസിന്റെ ആണ് പ്രൊട്ടക്ഷൻ. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് പ്രീ അപ്ലൈഡ് സ്ക്രീൻ പ്രൊട്ടക്ടറുമായാണ് വരുന്നത്. 1800 ഡിസിന്റെ പീക്ക് ബ്രൈറ്റ്നസും 1200 ഡിസിന്റെ HBM ബ്രൈറ്റ്നസ് ഒക്കെ ഉള്ളതുകൊണ്ട് ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇതുവരെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തില്ല. ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി പുറത്ത് കൊണ്ടുപോയിരുന്നു. ഈവൻ യൂട്യൂബ് വീഡിയോസും പ്ലേ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലോ ബ്രൈറ്റ്നസിൽ ഫ്ലിക്കറിംഗ് കുറയ്ക്കുന്ന PWM ഡിമ്മിംഗ് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ SGS ലോ ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷനുമായാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത്. ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടില്ല, പക്ഷേ അത്യാവശ്യം നല്ലോണം പെർഫോം ചെയ്യുന്ന, അതായത് ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ലോണം പെർഫോം ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പം വന്ന് മിക്ക എല്ലാ ബ്രാൻഡുകളും അല്ലെങ്കിൽ പല ബ്രാൻഡുകളും അവരുടെ ഫോണിൽ നിന്ന് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എടുത്ത് മാറ്റിയിട്ട് വീണ്ടും മോണോ സ്പീക്കർ തരുന്നുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ ഇസ് നൈസ്. MediaTekന്റെ Dimensity 7300 ചിപ്സെറ്റിന്റെ നെക്സ്റ്റ് വേർഷനായ ലേറ്റസ്റ്റ് Dimensity 7400 ചിപ്സെറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. LPDDR4X ആണ് റാം ടൈപ്പ്. UFS 2.2 ആണ് സ്റ്റോറേജ്. ഏകദേശം 7 lakh ANTUTU സ്കോർ കിട്ടുന്നുണ്ട്. ഈവൻ സ്റ്റെബിലിറ്റി ആണെങ്കിലും, ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റി ആണെങ്കിലും അതും നല്ലതാണ്. നല്ല പച്ച ഗ്രാഫ് ആണ് കിട്ടിയതൊക്കെ. സോ ഈ ഫോൺ വരുന്ന പ്രൈസ് ഉണ്ടല്ലോ, ആ പ്രൈസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന Dimensity 7400 തീർച്ചയായിട്ടും നല്ലൊരു ചിപ്സെറ്റ് ആണ്. നിങ്ങൾക്ക് ഗെയിമിംഗിൽ താല്പര്യമുണ്ടെങ്കിൽ BGMI 60 FPS സ്മൂത്ത് എക്സ്ട്രീമിൽ കളിക്കാൻ പറ്റും. CODയിൽ 90 FPS അൺലോക്ഡ് ആണ്. ഓവറോൾ ഗെയിം പ്ലേ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. നല്ല സ്മൂത്ത് BGMI എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. നല്ല സ്റ്റേബിൾ FPS, അതായത് 55 to 60 FPS വരെയുള്ള ഗെയിം പ്ലേ നിങ്ങൾക്ക് ഈ ഫോണിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് ഹീറ്റ് ആവാത്ത ചിപ്സെറ്റ് ആണ്. അതായത് നോർമൽ റെഗുലർ യൂസിൽ അങ്ങനെ ഹീറ്റിംഗ് കാര്യങ്ങൾ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. പിന്നെ ഹെവി ടാസ്ക് ചെയ്യുമ്പോഴും, ഗെയിമിംഗ് ആണെങ്കിലും പുറത്ത് കൊണ്ടുപോയിട്ട് ക്യാമറ യൂസ് ചെയ്യുമ്പോഴും ഓവർ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അത്യാവശ്യം വലിയ സൈസുള്ള കൂളിംഗ് സിസ്റ്റം ഒക്കെ ഇവിടെ ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ നോർമലി വിവോ ഫോൺസിൽ വരുന്ന ആ ഒരു അൾട്രാ ഗെയിം മോഡ് ഉണ്ടല്ലോ, അതായത് ഗെയിം ബാർ, അതായത് ഈ സംഭവം അത് ഇവിടെയും വരുന്നുണ്ട്. അതിലുള്ള എല്ലാ ഫീച്ചേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പ്ലസ് ബൈപാസ് ചാർജിങ്ങിന്റെ ഫീച്ചർ ഉണ്ട്. സോ ബാറ്ററി കുറവാണെങ്കിൽ നിങ്ങൾക്ക്
ഈ ഒരു ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് കളിക്കാൻ പറ്റും. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് FunTouchOS 15 ആണ് വരുന്നത്. 2 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റിന്റെ പ്രോമിസ് വിവോ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ കണ്ടില്ലേ, നോർമലി വിവോയുടെ ബഡ്ജറ്റ് മിഡ് റേഞ്ച് ഫോൺസിൽ വരുന്ന പോലെ ഇവിടെയും എക്സ്ട്രാ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസും പിന്നെ ആ ഒരു ആപ്സിന്റെ ഗെയിംസിന്റെ ഫോൾഡേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സർക്കിൾ ടു സെർച്ച് ഉണ്ട്, ഗൂഗിൾ ജെമിനിക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് ഉണ്ട്, പിന്നെ ഇതിന്റെ നോട്ട്സ് ആപ്ലിക്കേഷൻ ഉള്ള AI നോട്ട് അസിസ്റ്റ്, അതായത് ടെക്സ്റ്റ് എഡിറ്റിംഗിന് വേണ്ടിയുള്ള ഫീച്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വോയിസ് റെക്കോർഡിംഗിന്റെ ഒരു ടെക്സ്റ്റ് സമ്മറി എടുത്ത് തരുന്ന AI ട്രാൻസ്ക്രൈബ് ഫീച്ചർ, നമ്മുടെ സ്ക്രീനിലുള്ള ടെക്സ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന AI സ്ക്രീൻ ട്രാൻസ്ലേറ്റ്, പിന്നെ ഇതിന്റെ ഗാലറി ആപ്ലിക്കേഷനിൽ ഈ കാണുന്ന AI Erase 2.0 ആൻഡ് AI ഫോട്ടോ എൻഹാൻസിന്റെ AI ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ സൈലന്റ് കോൾ റെക്കോർഡിംഗ്, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ലോക്ക് സ്ക്രീൻ, ആപ്പ് ക്ലോണിംഗ്, ആപ്പ് ലോക്ക് പോലുള്ള ഫീച്ചേഴ്സും FunTouchOSൽ കൊടുത്തിട്ടുണ്ട്. Wi-Fi 6 ആൻഡ് Bluetooth 5.4 വേണ്ടിയുള്ള സപ്പോർട്ട്, കോൾ ക്വാളിറ്റി ആണെങ്കിലും റിസപ്ഷൻ, ഡൗൺലോഡ് സ്പീഡ് അതൊക്കെ ഓക്കെ ആയിരുന്നു. Vivo NR കാണിക്കുന്നുണ്ട്. പിന്നെ ഫോണിന് ചുറ്റും 360 ഡിഗ്രി ഓംനി ഡയറക്ഷണൽ ആന്റിന കൊടുത്തിട്ടുണ്ട്. അതായത് കുറച്ചും കൂടി ബെറ്റർ റിസപ്ഷൻ കിട്ടാൻ വേണ്ടി എക്സ്ട്രാ ആന്റിനാസ് ഒക്കെ ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ജിങ് വൈബ്രേഷൻ ഹാപ്റ്റിക്സ് ആണ് വരുന്നത്. കൊടുത്തിരിക്കുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്, നോ ഇഷ്യൂസ്. 5700 mAh വലിയ ബാറ്ററിയാണ് വരുന്നത്. സോ ഈസിലി നിങ്ങൾക്ക് ഫുൾ ഡേ ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഈവൻ നിങ്ങൾ ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും, കുറച്ച് നേരത്തെ ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഫുൾ ഡേ ബാറ്ററി ബാക്കപ്പ് കിട്ടും. 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബോക്സിൽ ചാർജറും വരുന്നുണ്ട്. 50 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. എന്നാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സിംഗിൾ ക്യാമറ മാത്രമാണ്. അതാണ് 50 മെഗാപിക്സലിന്റെ. അത് വെച്ചെടുത്തിരിക്കുന്ന ഫോട്ടോസും വീഡിയോ സാമ്പിൾസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഇനീഷ്യൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ടിപ്പിക്കൽ വിവോ പ്രോസസിംഗ് ആണ്. അതായത് നല്ല കളർഫുൾ വാം ടോൺ ഉള്ള ഫോട്ടോസ് ആണ് കിട്ടുന്നത്. നല്ല ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. 1x, 1.5x ആൻഡ് 2x സൂമിൽ മെയിൻ ക്യാമറ വെച്ച് ക്രോപ്പ് ചെയ്താണ് എടുക്കുന്നത്. എഡ്ജ് കട്ടൗട്ട് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണെങ്കിലും അതൊക്കെ നൈസ് ആണ്. എന്നാൽ ചില പോർട്രേറ്റ് ഫോട്ടോസിൽ സ്കിന്നിന്റെ പ്രോസസിംഗ് ഉണ്ടല്ലോ, അത് കണ്ടമാനം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. ചില ഫോട്ടോസിൽ മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കാം. സോ ഈ ഒരു ഇഷ്യൂ വിവോ എന്തായാലും അപ്ഡേറ്റ് അയച്ച് ശരിയാക്കണം. നൈറ്റ് മോഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നൈറ്റ് ഫോട്ടോഗ്രാഫി പെർഫോമൻസ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. പിന്നെ ഭയങ്കര ഇരുട്ടാണെങ്കിൽ നിങ്ങൾക്കതാ സ്റ്റുഡിയോ ഓറ ലൈറ്റ് ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന ലൈറ്റ് വഴി നിങ്ങൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ള ലോ ലൈറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. സെൽഫി ക്യാമറ പെർഫോമൻസ് ഇസ് വെരി നൈസ്. നല്ല ഐ പ്ലീസിംഗ് സ്കിൻ ടോൺസ് ഉള്ള സെൽഫി ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. ഓക്കെ, അത് നോർമൽ സെൽഫീസ് ആണെങ്കിലും പോർട്രേറ്റ് സെൽഫീസ് ആണെങ്കിലും നമ്മുടെ ബാക്കിൽ ലൈറ്റ് ഉണ്ടെങ്കിലും നോ പ്രോബ്ലം, നല്ല സെൽഫി ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ ഫ്രണ്ട് ക്യാമറ ആൻഡ് റിയർ ക്യാമറ രണ്ടും 4K റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വീഡിയോ പെർഫോമൻസ് ഓക്കെ ആണ്. സെൽഫി വീഡിയോ നോക്കുകയാണെങ്കിൽ 4Kയിൽ അങ്ങനെ സ്റ്റെബിലൈസേഷൻ ഒന്നും ഇല്ല. ഓക്കെ, സോ ലേശം കുലുക്കമൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ജിംബിൾ അല്ലെങ്കിൽ ഗിംബിൾ യൂസ് ചെയ്യേണ്ടി വരും. സെൽഫിയിൽ സ്റ്റേബിൾ 4K വീഡിയോ വേണമെങ്കിൽ 1080p റെസൊല്യൂഷൻ മതിയെങ്കിൽ സ്റ്റഡി ഫേസിന്റെ ഫീച്ചർ ഉണ്ട്. അത് ഉപയോഗിച്ച് കുറച്ചും കൂടി സ്റ്റേബിൾ സെൽഫി വീഡിയോസ് എടുക്കാൻ പറ്റും. പെർഫെക്റ്റ് സ്റ്റേബിൾ അല്ല, പക്ഷേ 4K വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണ്. സോ ഈ വിവോ T4Rന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 19,499. അതായത് ഏകദേശം 19,500 രൂപയാണ്. എന്നാൽ ലോഞ്ച് ഓഫറിന്റെ ഭാഗമായിട്ട് 2,000 റുപ്പീസിന്റെ ബാങ്ക് ഡിസ്കൗണ്ടും എക്സ്ചേഞ്ച് ഓഫറൊക്കെ വരുന്നുണ്ട്. അത് ഈടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 17,500 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, ആ പ്രൈസിൽ ഐ തിങ്ക് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നല്ലൊരു ഓൾറൗണ്ട് ഫോണാണ്. നല്ല ഡിസൈൻ ഉണ്ട്, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി, ചാർജിങ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ് വിവോ നല്ലോണം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ ചെക്കൗട്ട് ചെയ്യാം. ദിസ് യു ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.